എന്തുകൊണ്ട് ഈ മൽപ്പനെ പോലുള്ള ആൾക്കാരെ നേരത്തെ എത്തിച്ചുകൂടായിരുന്നു? നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്നലെ ഒരു യൂട്യൂബർ അർജുൻ്റെ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തു. എന്നിട്ട് ആ അവതാരിക ആ അർജുൻ്റെ മകനോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിലൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ ആ യൂട്യൂബറിനോട് പറയാൻ ഇത്രേ ഉള്ളൂ, സാമാന്യ ബോധം, ഇച്ചിരിയെങ്കിലും നീ കഞ്ഞിയാണ് കുടിക്കുന്നതെങ്കിൽ ഇച്ചിരിയെങ്കിലും ബുദ്ധിയും വിവരവും വേണം. ആരോട് എങ്ങനെ സംസാരിക്കണം, ഏത് സാഹചര്യത്തിലും എങ്ങനെ സംസാരിക്കണം എന്നൊക്കെയുള്ള ബോധം ഇല്ലെങ്കിൽ ഈ പണിക്ക് ഇറങ്ങരുത്. ഇത് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തിട്ടുള്ളൊരു വീഡിയോ അല്ല. കാരണം വെച്ചാൽ വളരെയേറെ വിഷമം വന്നതുകൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇന്ന് 13-ാം നാളാണ്. ഇന്ന് വീഡിയോ എടുക്കണം, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച ഒരാളല്ല. തുടക്കം പോലെ നമ്മൾ ഏകദേശം ഈ വാർത്തകളൊക്കെ കാണുന്നതിനൊപ്പം എല്ലാ മലയാളികളും കാണുന്നൊപ്പം ഞാനും കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനിടയ്ക്ക് ഒന്നുകൂടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഓൺലൈൻ ചാനലുകളിലൊക്കെ കൂടിയിട്ട് അർജുൻ്റെ ഫാമിലിനെ കരിവാരി തേക്കാനും അതേപോലെ നമുക്ക് വാർത്ത നൽകി നമ്മുടെ മലയാളി റിപ്പോർട്ടർമാരെതിരെ ഒക്കെ ശക്തമായ രീതിയിലൊക്കെ പല ന്യൂസും കൊണ്ടൊക്കെ വരുന്നുണ്ട്. എന്തിനാണ് വെറുതെ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു കാര്യം നടക്കുമ്പം അതിനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ആൾക്കാരുണ്ടാവുമല്ലോ. ഞാൻ അത്രേ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്നും അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാണ്ട് വിടുക, അവരൊക്കെ നെഗറ്റീവായിട്ട് വിടുക. കാരണം ആദ്യത്തെ 16-ാം തീയതി ഈ ഒരു സംഭവം നടന്നിട്ട് ആദ്യത്തെ 3 ദിവസം അവിടെ വലിയ ശക്തമായ രീതിയിൽ ഒരു തെരച്ചിൽ നടന്നിട്ടില്ല. അത് എല്ലാവരെയും പോലെ അറിയുന്നൊരു കാര്യം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ റോഡ് ഒന്ന് ക്ലിയറാക്കി വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള തിരക്കായിരുന്നു അവിടെ നടന്നത്. കാരണം 16-ാം തീയതി കഴിഞ്ഞ ശേഷം ഒരു 6-ാമത്തെ ദിവസം അതിനിടയ്ക്കാണ് നമ്മുടെ രഞ്ജിത്ത് ഇസ്രയേലൊക്കെ അവിടെ എത്തുന്നത്. അദ്ദേഹമൊക്കെ എത്തിയ ശേഷം അവിടെ നടന്ന എന്താണെന്നൊക്കെ ലൈവ് നമ്മൾ കണ്ടതാണ്. കാരണം നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർമാരെ ഒക്കെ എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അവരവിടെ ചെന്ന് ശക്തമായ രീതിയിൽ വാദിച്ചതിന് ശേഷമാണ് ആരെങ്കിലൊക്കെ വേണ്ടേ എന്ന് ഡോക്ടർ അരുൺ പറയുന്ന പോലെ അവർ ശക്തമായ രീതിയിൽ വാദിച്ച ശേഷമല്ലേ മറ്റ് ചാനലുകളിലൊക്കെ ശക്തമായ വാദിച്ച ശേഷം കേരളത്തിൽ എത്രത്തോളം ഒരു പ്രഷർ വന്നു, മലയാളികളെല്ലാവരും ശക്തമായ ഒന്നിച്ച് അവിടെ ഒഴുകിയെത്തുന്നു, അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ശക്തമായി ഇടപെട്ട ശേഷമാണ് അവിടെ ശക്തമായ രീതിയിൽ ഇടപെടൽ സംഭവിച്ചത്. കാരണം ഇന്നലെ 12-ാമത്തെ നാൾ ഇന്നലെയാണ് ഈശ്വർ മൽപ്പനെ പോലുള്ള ഒരു വ്യക്തിയെ അവിടെ കൊണ്ടുവരുന്നത്. കാരണം അവിടുത്തെ ഈ കടലാരങ്ങളിൽ ഇറങ്ങിയാലും ഇത്രയും ശക്തമായ ഒഴുക്കിൽ ഇറങ്ങാൻ പറ്റുന്ന, അതിന് മുമ്പ് പല ആൾക്കാരും അവിടെ ശ്രമിച്ചിട്ട് അവിടെ ഇറങ്ങാൻ പോലും സാധിച്ചില്ല. അപ്പം എന്തുകൊണ്ട് ഈ മൽപ്പനെ പോലുള്ള ആൾക്കാരെ നേരത്തെ എത്തിച്ചുകൂടായിരുന്നു എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. കാരണം അവിടെ അത്രത്തോളം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അവിടെ ഫ്യൂജായിട്ട് മണ്ണിടിഞ്ഞു, ഫ്യൂജായിട്ടുള്ള ശക്തമായ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, തുറക്കുമ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഒരു ചോദ്യം മാത്രമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മേജർ രവി കഴിഞ്ഞ ദിവസം ഒരു ചാനലിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം അവിടെ ശക്തമായ രീതിയിൽ ഒരു കോർഡിനേറ്റ് ചെയ്ത് ഒരു കാര്യം നടന്നിട്ടില്ല, ഇപ്പോഴാണ് കോർഡിനേറ്റ് നടന്നത്. ഏകദേശം 10-ാമത്തെ ദിവസം ആയപ്പോൾ ആണ് അവിടെ കോർഡിനേഷൻ നടന്ന് എന്ന് വ്യക്തമായ രീതിയിൽ മേജർ രവി പോലും പറയണം. അപ്പം എന്തുകൊണ്ടാണ് അവിടെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്ത പോയത്? അപ്പം അതിൻ്റെ ഉള്ളിൽ ഇന്നലെ ഈ മൽപ്പെ പറയുന്നുണ്ടായിരുന്നു അവിടെ ഉള്ള ഈ കമ്പികളും അല്ലെങ്കിൽ വീടിൻ്റെ ടിൻഷീറ്റുകളും കല്ലുകളും ഒക്കെയാണ് അവൻ്റെ ഉള്ളത്. അപ്പം അതെങ്ങനെ മാറ്റാൻ പറ്റും എന്നൊക്കെ ഒന്ന് ആലോചിച്ച് അതിന് ശക്തമായ രീതിയിൽ അർജുൻ തിരിച്ച് വരണം. അർജുനെ കാത്തു നിൽക്കുന്നൊരു കുടുംബമുണ്ട്, നാടുണ്ട്. അതോടൊപ്പം ഓരോ മലയാളികളുടെയും ഇടനെഞ്ചിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സഹോദരനായിട്ടും മകനായിട്ടും ജ്യേഷ്ഠനായിട്ടും ഒക്കെ മലയാളികൾ അർജുനെ കണ്ടുപോയി. കാരണം അർജുൻ തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനായിട്ടുള്ള തെരച്ചിൽ പുരോഗമിക്കട്ടെ. ഒരിക്കലും നിർത്താതെ അർജുനെ കണ്ടെത്തുന്നവരെ ഈ ഒരു ദൗത്യം മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാ മലയാളികളെ പോലെ നമ്മൾ ആഗ്രഹിക്കുകയാണ് അർജുൻ തിരിച്ചു വരട്ടെ എന്ന്. അപ്പം അതിനിടയിൽ അവരും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് അവരോട് ഇതിനു വേണ്ടിയിട്ട് ആരും നിൽക്കരുതേ. അപ്പം ഇതേപോലുള്ള ഒരു ചാനലാരും പോയി അവരുടെ വീട്ടിൽ പോയിട്ട് തന്നെ മോശമായ രീതിയിൽ സംസാരിക്കരുത്. കാരണം അവരുടെ മാന്യമായ രീതിയിൽ ഇടപെടുന്നതുകൊണ്ട് മാത്രം അവരൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഇത്രയും ഭയങ്കര മോശമായിപ്പോയി. അപ്പം അതുകൊണ്ട് ആരും അവരെ പോയിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോട്ട് ആരും പോകരുത്. പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാണ്ടിരിക്കുക.